നമസ്കാരം. ഇത് ട്രോളിംഗ് ബോട്ടിൻ്റെ അല്ലെങ്കിൽ ആഴക്കടൽ മത്സ്യബന്ധനത്തെക്കുറിച്ചും ആഴക്കടലിനെക്കുറിച്ചും വളരെ ഗഹനമായി ജീവിതം കൊണ്ട് പഠിച്ച ശ്രീമാൻ ചാർലി ജോസഫാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ഒരു വിഷയം, കഴിഞ്ഞ ദിവസം ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തോട് സമീപിക്കുകയും തീരക്കടലിൽ ഉണ്ടായ ഒരു ബോട്ട് അപകടം, അതിന് ആ ബോട്ട് ടഗ് ചെയ്യുന്നതിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ അനുഭവമൊക്കെ അന്വേഷിച്ചു വന്നു. ഈ മൺസൂൺ കാലത്ത് കടൽ അപകടങ്ങൾ പതിവാണ്, ബോട്ടുകളായാലും വള്ളങ്ങളായാലും. പക്ഷേ അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിന് സർക്കാർ സംബന്ധിച്ചൊരു മാനദണ്ഡമില്ല. രക്ഷിക്കേണ്ടത് മത്സ്യത്തൊഴിലാളികളെയാണോ ബോട്ടിനെയാണോ, അല്ലെങ്കിൽ എന്താണ് ഇതിനുള്ള മാനദണ്ഡങ്ങൾ? ഈ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന യാനങ്ങളുടെ അതിൻ്റെ നിലവാരം എങ്ങനെ? ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയും ഇല്ലാതെയാണ് നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും ഈ രക്ഷാപ്രവർത്തന മേഖലയും പ്രവർത്തിക്കുന്നത്. ഒരു സത്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം തീരക്കടലിലുണ്ടായ ഒരു അപകടത്തെക്കുറിച്ച്, അതിനെ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് ശ്രീ ജോസഫ് ഏട്ടൻ ഒരു നിരീക്ഷണം നടത്തുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ബോട്ട് നമ്മുടെ തീരക്കടലിൽ അപകടത്തിൽപ്പെട്ടല്ലോ. ഇപ്പോൾ അത് എന്തായിരുന്നു അത് സംഭവിച്ചത്? അതിൻ്റെ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് എന്തായിരുന്നു? ബോട്ട് പോയി അതിനെ ടഗ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു? നിലവിലെ എൻ്റെ 10-60 വർഷത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഈ ബോട്ടുകൾക്ക് കടലിൽ അപകടം പറ്റിയാൽ അത് നമ്മുടേതായ ബോട്ടുകൾ കൊണ്ട് തന്നെയാണ് ടക്ക് ചെയ്ത് കടലിൽ നിന്നും കെട്ടിവലിച്ച് നമ്മൾ കൊണ്ടുവരേണ്ടത്. കാരണം ബോട്ട് ടക്ക് ചെയ്ത് കൊണ്ടുവരുന്നതിന്, കടലിൽ നിന്നും കെട്ടിവലിക്കുന്നതിന് അതിന് അനുയോജ്യമായ റോപ്പും അതിന് കെട്ടിവലിക്കുന്നതിന് ഉപയോഗിക്കേണ്ട രീതികളും ചില മാനദണ്ഡങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കടലിൻ്റെ മൂവിങ്ങിന് ഒരു ബോട്ടിന് വലിവിൽ ലൂസായി കഴിഞ്ഞാൽ ആ അടുത്ത മൂവിങ് ഇതിൽ വരുമ്പോഴേ അളവിൽ കണക്കൂട്ടാൻ കഴിയാത്ത ടണ്ണ് കണക്കിനുള്ള വെയിറ്റാണ് ആദ്യം റോപ്പിനുണ്ടാകുന്നത്, വെട്ടിപ്പിടിക്കുന്നതെന്ന് പറയും. അപ്പോൾ ആ പിടിക്കുമ്പോൾ ആ റോപ്പുകൾ അതിശക്തമായ രീതി അനുസരിച്ച് അതിന് പിടിക്കാനുള്ള ശേഷി അനുസരിച്ചുള്ള റോപ്പോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഇടയ്ക്കുള്ള ബാലൻസോ ഇല്ലാത്തതാണെങ്കിൽ അത് പൊട്ടിപ്പോകും. ഡൈനാമൈറ്റ് പൊട്ടുന്ന കണക്കാണ് ഇത് പൊട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനത്തിന് ഫിഷറീസിൻ്റെ ബോട്ട്, ഒരു പഴയ ബോട്ട് ഇവിടുന്ന് വാടകയ്ക്ക് എടുത്ത് 1000-1500 രൂപയ്ക്ക് വാടകയ്ക്ക് ബോട്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് മേടിച്ചിട്ട് ഇതുമായി ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത, ഇവിടെ കരയ്ക്ക് ഇങ്ങനെ ജോലിയിൽ നടക്കുന്ന ചില ആളുകളാണ് ഇത് ഓടിക്കാൻ വേണ്ടി ഉടമസ്ഥർ നിയമിക്കുന്നത്. ആ ബോട്ടാണ് ഫിഷറീസ് അപകടം വരുന്നവരെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷെ അത് ഫിഷറീസിനെ സമയത്തോളം അത്രയേ കഴിയുള്ളൂ. പക്ഷെ കാരണം നമ്മുടെ ഭരണാധികാരികളൊന്നും ഇത് നല്ല രീതിയിൽ ഇതിൻ്റെ കാര്യങ്ങൾ പഠിച്ച് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കണമെന്ന് പഠിച്ച് കാര്യങ്ങൾ അറിയാവുന്നവരുമായി ബന്ധപ്പെടുന്ന ഒരു ഫിഷറീസ് മന്ത്രിയും നമ്മുടെ മേഖലയിൽ എൻ്റെ അറിവിൽ ഉണ്ടായിട്ടില്ല. അപ്പം അവരിങ്ങനെ ആചാരപ്രകാരം ഒരു കാര്യം നടക്കുന്നു, വോട്ട് കൂടുതലുള്ളവരും ആവശ്യപ്പെടുന്നതനുസരിച്ച് രക്ഷാപ്രവർത്തനത്തിന് ചില ഭാഗങ്ങൾ നടത്തുന്നു കടലിലെ. മത്സ്യത്തൊഴിലാളികളുള്ള സ്നേഹം കൊണ്ടും കാര്യം കൊണ്ടൊന്നും അല്ല. ഇതിങ്ങനെ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ വോട്ടിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഈ 2 ദിവസത്തേക്ക് മുമ്പ് ഒരു ബോട്ട് കടലിൽ അപകടത്തിൽപ്പെട്ട് ഇഞ്ചൻ റിപ്പയറായി കഴിഞ്ഞപ്പോൾ അതിനെ ഇവരെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഒരു ബോട്ട്, ഫിഷറീസിൻ്റെ ബോട്ട് അതിൻ്റെ അടുത്ത് പോകുകയും ആ ബോട്ടിലെ ആളുകളെ രക്ഷാപ്രവർത്തനം നടത്തി കൊണ്ടുവരേണ്ടതിന് പകരം അവർ ആ ബോട്ട് ടക്ക് ചെയ്തുകൊണ്ട് വന്നു. ഇപ്പോഴത്തെ കടൽക്ഷോഭത്തിൻ്റെ രീതി അനുസരിച്ച് ഇപ്പം ആദ്യ സമയത്തുള്ളതിൽ നിന്നും 10 ഇരട്ടി ശക്തിയാണ് കടലിൻ്റെ ബോട്ട് തങ്ങളിലുള്ള കെട്ടിവലിക്കുമ്പോഴും അതിനകത്ത് ഉണ്ടാകുന്ന റോപ്പിലുണ്ടാകുന്ന ശക്തി. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയും അതിനെപ്പറ്റിയുള്ള അറിവും ഇല്ലാത്ത ആളുകൾ അത് ടക്ക് ചെയ്താൽ ഒരിക്കലും അങ്ങനെയുള്ള ബോട്ടുകൾ കൊണ്ടുവരാൻ പറ്റില്ല. അത് ഇടയ്ക്ക് വെച്ച് പൊട്ടിപ്പോകും. പൊട്ടിപ്പോയാൽ അടുത്ത് എന്താണ് നടപടി എന്ന് വെച്ചാൽ ആ ബോട്ടിൽ നിൽക്കുന്ന ആളുകൾ അത് ഒഴുകുന്നതിന് മുമ്പ് അത് ആങ്കറിട്ട് അവിടെ ഉറപ്പിച്ച് നിർത്തണം. അതിന് പോലും പറഞ്ഞു കൊടുക്കാനോ പ്രവർത്തിക്കാനോ ഉള്ള അറിവും എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് പൊട്ടിപ്പോയ ബോട്ട് കാറ്റിൻ്റെയും
ആയിപ്പിൻ്റെ ശക്തിക്ക് ഒഴുകി ശക്തിയുള്ളങ്ങര പള്ളിയുടെ ഒരു 200 അടി തെക്കുമാറി സീവാളിൻ്റെ സൈഡിൽ കരയ്ക്ക് കയറിയിരിക്കുകയാണ്. അത് ഏതെങ്കിലും വിധത്തിൽ രക്ഷിക്കാൻ കഴിയുമോ എന്ന് പറയണമെന്ന് പറഞ്ഞ് എന്നെ ഫിഷറീസിൻ്റെ ആളുകൾ ബന്ധപ്പെടുകയും ഞാൻ ആ സ്ഥലത്ത് ചെല്ലുകയും അത് നോക്കിയിട്ട് ഒരു വിധത്തിൽ നമുക്ക് രക്ഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ആ ബോട്ടിൻ്റെ ഇരിപ്പ്. അപ്പോൾ അവരോട് ഞാൻ കൊടുത്തൊരു ഉപദേശം, ഇനിയെങ്കിലും ഒരിക്കലും ഒരു ബോട്ടും നിങ്ങളുടെ ബോട്ട് കൊണ്ട് ടക്ക് ചെയ്ത് കൊണ്ടുവരാൻ, ഒരു ബോട്ടോ വള്ളമോ കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാകരുത്. നിങ്ങൾ ഇതിലെ ആളുകൾ രക്ഷിച്ചാൽ മതി. ബോട്ടും വള്ളവും ഒന്ന് രക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് ഉള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഇതാണ് ഞാൻ കൊടുത്തത്. അത് ബഹുമാനപ്പെട്ട മന്ത്രിമാർക്ക് ഇത് അറിയണമെങ്കിൽ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അറിയണമെങ്കിൽ അവർ കര നിൽക്കുന്ന രാഷ്ട്രീയക്കാരോട് ചോദിച്ചാൽ പോരാ. ഈ കടലിൽ നടക്കുന്ന സംഭവത്തെ പറ്റി കടലുമായി പരിജ്ഞാനവും എക്സ്പീരിയൻസും ഉള്ള ആളുകളോട് ചോദിച്ചെങ്കിൽ മാത്രമേ ഇതെങ്ങനെയാണ് രക്ഷാപ്രവർത്തനം, എങ്ങനെയാണ് ഇത് നടത്തേണ്ടത്, ഏത് രീതിയിലാണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൽ വേണ്ട സഹായം ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഈ കടലിലെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ബോട്ടുകളുടെ സുരക്ഷിതത്വവും അതിൻ്റെ പ്രായോഗികതയും ഒക്കെ വിലയിരുത്തുന്ന ഒരു സംവിധാനമില്ലാതെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ബോട്ട് രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ചാൽ അതും അപകടമല്ലേ? ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ സർക്കാരിന്റെ പുറത്തല്ലേ ഈ കമ്മിറ്റ്മെന്റ് എല്ലാം വരുന്നത്? അതും അപകടം തന്നെയാണ്. ഇപ്പൊ ഇവർ ഉപയോഗിക്കുന്ന ബോട്ടൊന്നും ഈ കടൽക്ഷോഭത്തിനൊന്നും കൊണ്ടുപോകാൻ പറ്റിയ യോഗ്യതയുള്ള ബോട്ടല്ല, അതിന് പറ്റിയ ആളുമല്ല അത് ഓടിക്കുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ആചാരത്തിന് വേണ്ടി ഇത് എടുത്തിങ്ങനെ കായലിൽ ഇട്ടിരിക്കുകയാണ്. അത് കടലിൽ പോകുന്നത് കുറവാണ്, പക്ഷെ ചിലരുടെ താല്പര്യപ്രകാരമാണ് ഇത് കടലിൽ പോകുന്നത്. പുതിയ രക്ഷാ ബോട്ടുകൾ നിർമ്മിക്കണം, അത് നിങ്ങളുടെ കൂടെയൊക്കെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണമെന്ന് അഭിപ്രായം ഉണ്ടോ? ഉണ്ട്. പുതിയ ബോട്ട് രക്ഷാപ്രവർത്തനം വേണമെങ്കിൽ നമ്മൾക്കിവിടെ നമ്മുടെ രീതി അനുസരിച്ച് ബോട്ട് നിർമ്മിച്ച്, അതിന് പറ്റിയ രീതിയിലുള്ള ബോട്ട് നിർമ്മിച്ച്, അതിന് പറ്റിയ ജോലിക്കാരെയും വെച്ച് അവരെ 12 മാസവും അവരെ സ്ഥിരമായി ഇതിൽ ഉപയോഗിക്കുന്നതിന് ലൈസൻസും എക്സ്പീരിയൻസും ഉള്ള ആളുകളെ വെച്ച് നമ്മുടെ അധീനതയിൽ ബോട്ട് നിർമ്മിച്ചാൽ ഈ വാടകയ്ക്ക് എടുക്കുന്ന ബോട്ടിന്റെ വാടക കൊടുത്താൽ മതി, ഒരു പുതിയ ബോട്ട് നിർമ്മിക്കാം. അതിന് തയ്യാറാണോ? അത് സുഖമായിട്ട് നടക്കും. നമ്മൾ അതിന് വേണ്ടിയുള്ള നേതൃത്വവും നിർദ്ദേശവും കൊടുക്കാം. ഇവർ വിദേശത്ത് പോയി ബോട്ട് മേടിക്കുന്നത് മന്ത്രിമാരുടെ ഒരു സ്ഥിരം പതിവാണ്. സർക്കാരിന് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിനോ കടലിൽ ആംബുലൻസ് എന്നും പറഞ്ഞിട്ട് ഒരു കാലയളവിൽ ഉണ്ടാക്കി. അത് ഒരിക്കലും കടലിൽ ഇറങ്ങാൻ കഴിയാത്തതാണ്. അതൊക്കെ ഇവിടെ നമുക്ക് മനോഹരമായി നിർമ്മിക്കാം. നമുക്ക് ഇന്ത്യൻ നേവിയുടെ ബോട്ടിനേക്കായി പിടിപ്പുള്ള ബോട്ടാണ് നമ്മുടെ കയ്യിൽ ഇപ്പം നമ്മൾ നിർമ്മിച്ച് പ്രവർത്തിക്കുന്നത്. അത് നമ്മുടെ തന്നെ എഞ്ചിനീയറിംഗിലാണ് ഇതൊക്കെ നിർമ്മിക്കുന്നത്. അപ്പം പിന്നെ അതിനകത്ത് ഇവർക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കാം.